ഹലോ ഗൈസ്. ഹാൻഡ് സ്റ്റാൻഡൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ആർക്കും അങ്ങനെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടോ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്സ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ യു ക്യാൻ ഓൾസോ ട്രൈ ഹോം ആൻഡ് ജിം, ബട്ട് ഓൾവേസ് യൂസ് സേഫ്റ്റി. ഓക്കെ, ഒരു ബെഡൊക്കെ ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വീഴുന്ന സൈഡിലേക്ക് നമ്മളെപ്പോഴും ഒരു ബെഡോ അല്ലെങ്കിൽ ബീൻ ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ജിമ്മിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി റബ്ബറി ഫ്ലോർ മാറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അത്രയും ഇഷ്യൂസ് ഉണ്ടാവില്ല. സോ എപ്പോഴും സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാമപ്പ് ചെയ്യണം നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ ഷോൾഡറിന്. നമ്മൾ മെയിനായിട്ട് ഇതിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഏരിയയാണ്, എൽബോയും ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡറൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ഇട്ടിട്ട് വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഇഞ്ചുറി വരാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം ഒരു ബോഡി വെയിറ്റ് ആണ് നമ്മൾ ആ ഒരു ഷോൾഡർ കൊണ്ടും അല്ലെങ്കിൽ എൽബോ കൊണ്ടും നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മളുടെ ഷോൾഡറിനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കൈ പ്ലേസ് ചെയ്യാം. അതുകൊണ്ട് ഷോൾഡറും എൽബോയും സ്ട്രെയിറ്റ് ആയിട്ട് വരണം. സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കൈ വെച്ചിട്ട് കൈ ഈ ഒരു രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യേണ്ട, ഈ ഒരു രീതിയിൽ ലൂസാക്കി പിടിക്കുക. നമ്മുടെ ഹെഡിനനുസരിച്ച്, നമ്മുടെ തലയുടെ സ്പേസ് അനുസരിച്ച്, സൈസ് അനുസരിച്ച് നമ്മളത് പിടിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഹെഡിൻ്റെ ഏരിയയിലേക്ക് നമ്മുടെ ഈ ഭാഗമാണ് വരുന്നത്, ഈ ഒരു ബാക്ക് ഭാഗം. ഇവിടെയല്ല ഈ ഒരു ഏരിയയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഷോൾഡറിന് നേരെ പ്ലേസ് ചെയ്യുക. രണ്ട് കൈയും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു തലയുടെ ഭാഗം പ്ലേസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ ക്രഞ്ച് ചെയ്ത് നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ ഓരോ കാല് വെച്ച് പൊന്തിക്കാൻ നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്യാം. 1 2 3 അങ്ങനെ ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്ത് അറ്റ് ലാസ്റ്റ് നമുക്ക് ഒരു കാലെങ്കിലും അങ്ങനെ പതുക്കെ പകുതി വെച്ച് ഇങ്ങനെ പൊന്തിച്ച് നിൽക്കാൻ പറ്റുന്ന ടൈമിൽ നമ്മൾ ആ ഒരു പൊന്തിച്ച് പിടിച്ചാണ് കാല് മുകളിലേക്ക് നല്ലോണം ഉയർത്താൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കൈ രണ്ടും പ്ലേസ് ചെയ്യുന്നു. കൈ ഫിംഗേഴ്സ് ലോക്ക് ചെയ്യുന്നു, തല സപ്പോർട്ട് ചെയ്യുന്നു, കൈ കറക്റ്റാക്കി പ്ലേസ് ചെയ്യുന്നു, ഷോൾഡർ നേരെ പ്ലേസ് ചെയ്യുന്നു, അടുത്തേക്ക് വരുന്നു, ഒരു കാല് പൊന്തിക്കുന്നു, രണ്ടാം കാല് പൊന്തിക്കുന്നു, എന്നിട്ട് ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആക്കുന്നു. അതേപോലെ സ്ട്രെയിറ്റ് ആയി മുകളിലേക്ക് പൊന്തുന്നു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ പൊന്തി നിൽക്കാൻ പറ്റില്ല. സോ ഇറ്റ് ടേക്സ് സോ മച്ച് ടൈം ആൻഡ് പേഷ്യൻസ് ടു ബാലൻസ് യുവർ ലെഗ്സ് ആൻഡ് ഹിപ്സ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ആടൽ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡേഴ്സ് ആൻഡ് എൽബോസ് വെച്ചിട്ടാണ്, നമ്മുടെ ഫോറാമൊക്കെ വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ വാമപ്പ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നല്ല ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ കൺട്രോൾ ചെയ്യുക, കാൽ ലെഗ്സൊക്കെ സ്ട്രൈറ്റ് ആക്കുക, ഹിപ്പ് സ്ട്രൈറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ ആദ്യം നിങ്ങളുടെ കൈയിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ, ഷോൾഡർ ടു എൽബോ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബാലൻസിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ കാല് വെച്ച് പതുക്കെ പൊന്തിച്ച് നോക്കുക. എപ്പോഴും നമ്മുടെ ഹിപ്പ് ടു അപ്പർ ഏരിയ, നെക്ക് ഏരിയ വരേക്കും നമ്മൾ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺട്രോളിങ് നടക്കുകയുള്ളൂ. ബാക്ക് ബോൺ നമ്മൾ സ്ട്രെയിറ്റ് ആക്കാതെ, കോറ് ടൈറ്റ് ചെയ്യാതെ, ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആക്കാതെ നമ്മൾ പൊന്താൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് പൊന്താനും പറ്റില്ല. സോ ഇതാണ്, ഇത്രയും ഈസിയാണ്, പക്ഷെ അത് നമ്മൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് വേണം നമുക്കത് ആ ഒരു ബാലൻസിങ് പൊസിഷനിലേക്ക് എത്തിപ്പെട്ടാൽ. അപ്പോൾ ഇതാണ് ടിപ്സ്. ഞാനെപ്പോഴും പറയുന്ന പോലെ സേഫ്റ്റി ആദ്യം നമ്മൾ കരുതുക, വീട്ടിലാണെങ്കിലും ജിമ്മിലാണെങ്കിലും. അതിനുശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാലിസ്തനിക്സ് ചെയ്യുമ്പോൾ എന്തായാലും സേഫ്റ്റി നോക്കണം. ഓക്കെ.